ക്ലൈമറ്റ് മാറിയാണെങ്കിൽ ക്ലൈമറ്റ് മാറിയാൽ മഴ വന്നാൽ റിസ്ക് ആണ്. അല്ല, കൃഷിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം കാലാവസ്ഥ റിസ്ക് ആണ്. ഇപ്പൊ ഞാൻ കൃഷിയിലേക്ക് വന്ന സമയത്തുള്ള ക്ലൈമറ്റ് അല്ലേ ഇപ്പൊ ഉള്ളത്. അപ്പൊ അന്നൊക്കെ ജൂൺ മാസം മാത്രമായിരുന്നു മഴ. ഇപ്പൊ കംപ്ലീറ്റ് മഴയല്ലേ, കംപ്ലീറ്റ് മഴ. എപ്പോഴാണ് ന്യൂനമർദ്ദം പറയാൻ പറ്റത്തില്ല. അപ്പൊ അതിനെ തരണം ചെയ്യാൻ പറ്റില്ല. ഒരു പ്ലോട്ട് നമ്മൾ പോയാലും അടുത്ത പ്ലോട്ട് നമ്മൾ കവർ ചെയ്ത് പോവുക എന്നുള്ളതാണ്. കുറച്ചുകൂടെ പണി കൂടുതലെടുത്ത് കവർ ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യണതേ മൊത്തം ട്രാക്ടർ അടിച്ചെല്ലാം കളയെല്ലാം ആക്കിയിട്ട് മരം എടുത്തിട്ടുണ്ടാവും. ഫുള്ള് വളങ്ങളെല്ലാം ഇട്ട് കൊടുക്കും. അപ്പൊ അതുപോലെ അവിടെ അല്ല, കൃഷി നടിയിലിന് മുമ്പേ വളങ്ങൾ കംപ്ലീറ്റ് ഇട്ട് കൊടുക്കും. നമ്മളൊക്കെ ബാക്കിയുള്ള വളങ്ങൾ കൊണ്ട് എടുത്തിട്ടിരിക്കുകയാണ്. വളമെല്ലാം ഇറക്കി കംപ്ലീറ്റ് ഇട്ട് കൊടുക്കും. എത്ര ദിവസം നിൽക്കും? ഇതിപ്പം ഒരാഴ്ച കൊണ്ട് വളങ്ങളെല്ലാം മണ്ണിനോട് ചേരും. അപ്പൊ അതിന് കുമ്മായൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതുപോലെ കുറച്ച് വരമ്പെല്ലാം ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ അതിന് ഫുള്ള് ഷീറ്റ് വിരിക്കും. അപ്പൊ ഈ മണ്ണിന് യോജ്യമായിട്ടുള്ള വളങ്ങളാണോ ഇപ്പൊ കോഴിക്കാഷ്ടവും ചാണപ്പൊടിയൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഇവിടുത്തെ മണ്ണ് നല്ല മണ്ണാണ്. ഇവിടെ പ്രധാനമായിട്ടും മണ്ണ് പരിശോധിക്കും. അപ്പൊ മണ്ണ് പരിശോധിച്ച് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടാവും. ആ ഡെഫിഷ്യൻസി കവർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ആയിരിക്കും ഇത് ചെയ്യുന്നത്. ഇത് കൊടുക്കും. ഇത് ചിലപ്പോൾ കിട്ടിയല്ല. അങ്ങനെയുള്ള വളങ്ങൾ ഇപ്പം പ്രധാനമായിട്ട് ഇവിടെ മണ്ണ് പരിശോധന പ്രകാരം മിക്ക സ്ഥലത്തുള്ള വിഷയം ബോറോണിന്റെ ഡെഫിഷ്യൻസി ആണ്, മാഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ട്, പൊട്ടാഷിന്റെ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പൊ അത്തരം വളങ്ങൾ നമ്മൾ ആ വളമായിട്ട് തന്നെ കിട്ടും. ലിക്വിഡ് ഫോമിൽ കിട്ടും. അതുകൂടെ കൊടുക്കുമ്പോൾ എല്ലാം കൂടെ കൊടുക്കുമ്പോൾ ഡെഫിഷ്യൻസി കൂടെ കൂടി ചേരുന്ന വളം കൂടെ ചേർക്കുമ്പോൾ മണ്ണ് ക്ലിയർ പക്കയാവും. ആ രീതിക്കാണ് നമ്മളെല്ലാം ഇവിടെ എല്ലാം മാനേജ് ചെയ്യുന്നു പോകുന്നത്. വളങ്ങൾ ജൈവ വളങ്ങൾ കംപ്ലീറ്റ് ബേസേ കൊടുത്തേക്ക്. പിന്നെ ഇവിടെ നല്ല മണ്ണുള്ള സ്ഥലമാണ് ഇവിടെ. ഇത് വളരെ ഫലഭൂയിഷ്ടമാണ്. നല്ല മണ്ണാണ്. ഇപ്പൊ ജലപ്രദേശത്തൊക്കെ നല്ല ചുരുമണലുണ്ട്. അപ്പൊ അവിടെ നമ്മൾ കുറച്ചുകൂടെ ഓർഗാനിക് വളങ്ങൾ കൂട്ടും. മണ്ണിനെ ഈർപ്പം പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള സെറ്റപ്പ്. അതാണ് ചെയ്യുന്നത്. ഇപ്പൊ കൃഷി ഈസിയാണ് സാറേ. പക്ഷെ മാർക്കറ്റിംഗ് നമ്മൾ കുറച്ച് മാർക്കറ്റിങ്ങിനാണ് ഒരു വ്യവസ്ഥ ഇല്ലാത്തത്. പിന്നെ ഈ എക്സ്പോർട്ടിംഗ് ടീമൊക്കെ ഒരുപാട് വരാറുണ്ട്. പക്ഷെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. കാരണം ഇതിലെ ക്ലൈമറ്റ് വേരിയേഷൻ എന്തെങ്കിലും വിള പോയി കഴിഞ്ഞാൽ എക്സ്പോർട്ടിന് കൊടുക്കാന്ന് പറഞ്ഞാൽ കൊടുക്കാൻ ചിലപ്പോൾ പറ്റില്ലെങ്കിൽ വലിയ ഇതായിട്ട് മാറും. എക്സ്പോർട്ടുകാർക്ക് ഇപ്പൊ ക്ലൈമറ്റ് വേരിയേഷൻ വരുമല്ല. അപ്പൊ അങ്ങനെ വില നമ്മുടെ ക്രോപ്പ് അങ്ങനെ നഷ്ടപ്പെട്ട് പോവുകയാണെങ്കിൽ അവരായിട്ടൊക്കെ എഗ്രിമെന്റ് എഴുതുമ്പോൾ ചിലപ്പോൾ വിഷയം അടുത്ത വർഷത്തേക്ക് ചെയ്യാൻ പറ്റില്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ കവർ ചെയ്ത് പോകും. പക്ഷെ അവർക്ക് പ്രൊഡക്ഷൻ ചിലപ്പോൾ കൊടുക്കണ്ടേ. അവർക്ക് ഓർഡർ എടുത്ത സാധനമൊക്കെ ആയിരിക്കില്ല കയറ്റി പോയില്ലെങ്കിൽ. ആറ്റത്തൊക്കെ നമ്മൾ ഇരിക്കുന്ന അവിടെ പരമ്പരാഗത രീതിയിൽ തന്നെ മത്തം ചെയ്യിക്കണം. അവിടെ നമ്മൾ പണ്ടത്തെ മട്ടം തറന്ന് കോരിയുള്ള സിസ്റ്റത്തിലാണ് അവിടെ ആ രീതി ചെയ്യുന്നത്. അത് തമ്മിൽ വ്യത്യാസം എന്താണ്? അതാകുമ്പോ കള കയറി വരും. മത്തനും വെള്ളരിക്കൊക്കെ ആ സിസ്റ്റം മതി. ഇപ്പൊ ഒരു 400 മീറ്റർ റോളാണ് പ്രധാനമായിട്ട് വരുന്നത്. ഇതിപ്പോ ഒരു 200-500 പല വിലയുള്ള ഐറ്റം ഉണ്ട്. 200, 300 ഇപ്പൊ 200 കൃഷിക്ക് ഉപയോഗിക്കാം. ഇത് വീണ്ടും യൂസ് ചെയ്യാം. 200 കൃഷിക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് ഹരിതകർമ്മസേനയൊക്കെ കൊടുക്കും. അത് ശരി. അതാണ് നമ്മുടെ സിസ്റ്റം. ഇതില്ലാതെ ഇപ്പൊ പറ്റാതെ. ഇതൊക്കെ ഒരു 3 മാസം കൊണ്ട് ഹാർവെസ്റ്റ്. 3 മാസം. എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒരെണ്ണം ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമുക്ക് ഒരു സ്ഥലത്ത് ചെറിയ ലോസ് വന്നപ്പോൾ നമ്മൾ അടുത്ത സ്ഥലം കൊണ്ട് കവർ ചെയ്ത് പോകും. അപ്പൊ അങ്ങനത്തെ സിസ്റ്റം നമ്മൾ ഒരു പ്ലോട്ടിൽ ചിലപ്പോൾ ഈ സ്ഥലത്ത് എല്ലാം ചിലപ്പോൾ 1 ലക്ഷം രൂപ കിട്ടണം ഇത്ര എഫോർട്ട് എടുക്കുമ്പോൾ. ചിലപ്പം പറയാൻ പറ്റും. ചിലപ്പോൾ ലെവലിന് പോകും. അപ്പൊ ഈ സ്ഥലത്ത് കൊണ്ട് ചിലപ്പോൾ അടുത്ത് കവർ ചെയ്ത് പോകും. എനിക്കും ഈ നല്ല ആഗ്രഹം കുറെ കൃഷിക്കാരനായിട്ട് ജീവിക്കണം. റിട്ടയർമെന്റ് ലൈഫിനെ കുറിച്ച് കേരളത്തിൽ മൊത്തത്തിൽ ജനങ്ങൾക്ക് വേണം.